നമസ്കാരം. ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ വി പിള്ളൈ, ഡയറക്ടർ, കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻറ്റർ, ചിന്മയ ലൈൻ, ആയുർവേദ കോളേജിന് പുറകുവശം, തിരുവനന്തപുരം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഈവൻ ഡോക്ടേഴ്സിന് വരെ ഒരു കോംപ്ലിക്കേഷനും നമ്മുടെ സമൂഹത്തിനും എല്ലാവർക്കും ഒരു കോംപ്ലിക്കേഷനായിട്ടുള്ള ഒരു സിസ്റ്റമാണ്, അല്ലെങ്കിൽ ഈസി ആയിട്ടുള്ളതും വളരെ ഫലപ്രദമായിട്ടുള്ള ആണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോഗ്രാം ആയുഷ് എന്ന് പറയും. ഈ ആയുഷ് എന്ന് പറയുമ്പോഴത്തേക്ക് AYUSH അങ്ങനെ 5 അക്ഷരമാണ് ആയുഷ്. അപ്പോൾ ഈ ആയുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ മനോരമ പേപ്പറിൽ ആയുഷിനെ പറ്റി എഴുതിയിട്ടുണ്ട്. അവർ കൂടുതലായിട്ടൊന്നും എഴുതിയിട്ടില്ല, ഒരു സിസ്റ്റത്തിനെ പറ്റി മാത്രം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ആയുഷ്? ഈ ആയുഷ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് മോഡേൺ മെഡിസിൻ്റെ അതല്ലെങ്കിൽ മോഡേൺ മെഡിക്കൽ ഡോക്ടേഴ്സിൻ്റെ ജോലി ഭാരം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ് നാച്ചുറലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആ ഒരു പ്രോഗ്രാമിനാണ് ആയുഷ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആയുഷിൽ വരുന്നത് അപ്പോൾ മോഡേൺ മെഡിസിൻ ഒഴിച്ച് ബാക്കി എല്ലാ സിസ്റ്റവും അതിൻ്റെ കീഴിൽ വരും. ഇപ്പോൾ ഉദാഹരണം നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് എയിൽ നമുക്ക് തുടങ്ങാം. എന്ന് പറഞ്ഞാൽ ആയുർവേദം, പിന്നെ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഗ ആൻഡ് മെഡിറ്റേഷൻ, അതാണ് വൈ. യോഗ ആൻഡ് മെഡിറ്റേഷൻ, മെഡിറ്റേഷൻ ആൻഡ് നാച്ചുറോപ്പതി. അപ്പോൾ ഈ നാച്ചുറോപ്പതി എന്ന് പറയുമ്പോൾ തന്നെയും അതിലുപയോഗിക്കുന്നത് ഈ ഫിസിയോതെറാപ്പി, അതുപോലെ ഹെർബൽ തെറാപ്പി, അതുപോലെ മറ്റ് നാച്ചുറൽ വേയിലുള്ള എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ആയുർവേദത്തിൻ്റെ നമുക്ക് ആളുകൾക്കറിയാം, അതുകൊണ്ട് ഞാനത് കൂടുതൽ പറയുന്നില്ല. പിന്നെ ആയുഷ്, യു മീൻസ് യുനാനി. അപ്പം നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള ഒരു സിസ്റ്റമാണ് യുനാനിക് സിസ്റ്റം ഓഫ് മെഡിസിൻ. അപ്പോൾ പിന്നെ അതിന് നമ്മുടെ യുനാനിക്ക് നമുക്കിവിടെ വലിയ പ്രാധാന്യം ഇല്ലെങ്കിൽ തന്നെയും നോർത്ത് ഇന്ത്യയിൽ അവരുടെ യുനാനി ഒരു ധാരാളം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എസ് ആണ് വരുന്നത്. എസ് എന്ന് പറഞ്ഞാൽ സിദ്ധ നമുക്ക് കൂടുതലുള്ളത് സൗത്ത് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലാണ്. നമുക്കിവിടെ തന്നെ ഒരു സിദ്ധ മെഡിക്കൽ കോളേജുണ്ട് തിരുവനന്തപുരത്ത്. പിന്നെ അതുപോലെ സിദ്ധയ്ക്ക് ഗവൺമെൻറ് ഡിസ്പെൻസറികളും ബെഡ് പേഷ്യൻസും നമ്മുടെ കേരളത്തിൽ 1-2 സ്ഥലത്തുണ്ട്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത്. പിന്നെ അടുത്തത് വരുന്നത് പിന്നെ യുനാനി നമ്മൾ പറഞ്ഞു, പിന്നെ അതുപോലെ സിദ്ധ പറഞ്ഞു. ഇനി അടുത്തത് ഹോമിയോപ്പതിക് മെഡിസിൻ. പിന്നെ പിന്നെ 5ാമത് വരുന്നതാണ് ഹോമിയോപ്പതിക് മെഡിസിൻ. അപ്പോൾ ഹോമിയോപ്പതിക് മെഡിസിൻ എന്ന് പറയുമ്പോഴത്തേക്ക് അത് നിസ്സാരമായിട്ടുള്ളൊരു സിസ്റ്റം അല്ല. പക്ഷേ നമ്മുടെ ഇന്ത്യയിലെ ആൾക്ക് പിന്നെ ഹോമിയോപ്പതിയെ പറ്റി ഇന്ത്യയിലെ ഹോമിയോപ്പതി പഠിച്ചിട്ടുള്ള ഡോക്ടേഴ്സിനോ അല്ലെങ്കിൽ മറ്റ് ഡോക്ടേഴ്സിനോ അവർക്ക് പിന്നെ നമ്മുടെ ഈ മെഡിക്കൽ ബോർഡുകൾക്കോ ഇതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമൊന്നും ഇല്ല. പക്ഷേ എന്നിരുന്നാലും ഞാൻ ഈ പറഞ്ഞ 5 സിസ്റ്റത്തിലും എല്ലാം 5 ഇയർ കോഴ്സുകളാണ്. ഉദാഹരണം ആയുർവേദം തന്നെ നമുക്ക് ആദ്യം എടുക്കാം. ആയുർവേദത്തിന് പിന്നെ ബാച്ചിലർ ഓഫ് ആയുർവേദിക് മെഡിസിൻ ആൻഡ് സർജറി. അപ്പോൾ പിന്നെ യുനാനിക്, ബാച്ചിലർ ഓഫ് യുനാനിക് മെഡിസിൻ ആൻഡ് സർജറി. പിന്നെ അതുപോലെ പിന്നെ ഹോമിയോപ്പതിക് മെഡിസിൻ, ബാച്ചിലർ ഓഫ് ഹോമിയോപ്പതിക് മെഡിസിൻ ആൻഡ് സർജറി. പിന്നെ അതിന് പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകളും എല്ലാം ഉണ്ട്. ആയുർവേദത്തിന് MD ഉണ്ട്, ഹോമിയോപ്പതിക്ക് MD ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഇതെല്ലാം MBBS തുല്യമായിട്ടുള്ള ടെക്സ്റ്റ് ബുക്കും സിലബസുമാണ് ഇവരെല്ലാം ഫോളോ ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഹോമിയോപ്പതിക് മെഡിസിൻ. കാരണം ഹോമിയോപ്പതിയും മോഡേൺ മെഡിസിൻ രണ്ടും ഇത് പിന്നെ യൂറോപ്യൻ ഒറിജിനാണ്. മോഡേൺ മെഡിസിൻ്റെ പിതാവ് ഹിപ്പോക്രാറ്റാണ്. ഹിപ്പോക്രാറ്റ് ഒരു പിന്നെ ഗ്രീക്ക് ഫിസിഷ്യനായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഹോമിയോപ്പതിക്കിൻ്റെ ഫാദർ ഓഫ് ഹോമിയോപ്പതിക് മെഡിസിൻ ഡോക്ടർ സാമുവൽ ഹെരിമാൻ, പുള്ളി ജർമ്മൻ ഡോക്ടറായിരുന്നു. അപ്പം ഇതെല്ലാം അലോപ്പതിക് സിസ്റ്റമായിട്ട് വളരെ ബന്ധപ്പെട്ടാണ് ഹോമിയോപ്പതിക് മെഡിസിൻ. ഇപ്പോൾ യൂറോപ്പിലോ അമേരിക്കയിലോ ഹോമിയോപ്പതി നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം അവിടുത്തെ അലോപ്പതിയിൽ ബേസിക് ഡിഗ്രി എടുക്കണം. അപ്പോൾ ഉദാഹരണം ഇംഗ്ലണ്ടിലാണെങ്കിൽ MBBS പാസ്സാവണം, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളാണെങ്കിൽ MD പാസ്സാവണം, അമേരിക്കയിലാണെങ്കിൽ MD പാസ്സാവണം. അതിന് പ്രത്യേക ബോർഡുകളും എല്ലാം ഉണ്ട്. അപ്പോൾ അത്രയ്ക്ക് അഡ്വാൻസാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ബെസ്റ്റ് സർജൻ, അതായത് ഹോമിയോപ്പതിക് സർജൻസ് ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത് ജർമ്മനിയിലാണ്. അപ്പോൾ ജർമ്മനിയിൽ അവിടെ പിന്നെ സാധാരണ മോഡേൺ മെഡിസിൻ കഴിഞ്ഞിട്ടാണ് ഹോമിയോപ്പതിക് മെഡിസിൻ അവർ സ്പെഷ്യലൈസ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡേൺ മെഡിസിൻ കൊണ്ട് മാറാത്ത ഒരുപാട് രോഗങ്ങളുണ്ട്. അത് നമുക്ക് ഹോമിയോപ്പതിക് മെഡിസിൻ കൊണ്ട് മാറ്റാൻ സാധിക്കും. അപ്പോൾ അത് മാത്രമല്ല, ഈ
ഈ പിന്നെ മോഡേൺ മെഡിക്കൽ ഹോസ്പിറ്റലുകളിൽ തന്നെ അവർ ഹോമിയോപ്പതിക് മെഡിസിനും കൂടെ പ്രാക്ടീസ് ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളൊരു സർജറി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹോമിയോപ്പതിക് മെഡിസിൻ അവർ കൊടുക്കും ആദ്യം. കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ബ്ലീഡിങ് പൊതുവെ കുറവായിരിക്കും. അതുപോലെ തന്നെ ഹോമിയോപ്പതിക്ക് അവിടെ പിന്നെ ഇഞ്ചക്ഷൻ പല രീതിയിലുള്ളതുകൊണ്ട്, പിന്നെ സ്കിന്നിൽ കൂടെ കൊടുക്കുന്നുണ്ട്, ഇൻട്രാവീനസ് ഉണ്ട്, ഏർട്രിയൽ, ഇതെല്ലാം ഹോമിയോപ്പതിക് മെഡിസിൻസ് അമേരിക്കയിൽ അവൈലബിളാണ്. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ ഹോമിയോപ്പതിക് മെഡിസിൻ അത് ഇഞ്ചക്ഷനില്ല, അവർ ഇഞ്ചക്റ്റ് ചെയ്യാറില്ല, ആ മെഡിസിൻസ് അവർ ഉപയോഗിക്കാറുമില്ല. അതേസമയം ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ അവൈലബിളുള്ള പല മെഡിക്കൽ കമ്പനികളും അവിടെ ഇഞ്ചക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ലോകം മുഴുക്കി ക്യാൻസറിന് ഉപയോഗിക്കുന്ന ഒരു ഹോമിയോപ്പതിക് മെഡിസിൻ, അതിൻ്റെ പേരാണ് കോബ്ര ലാക്റ്റിൻ. ഈ കിങ് കോബ്രയിൽ നിന്നാണ് അത് എടുക്കുന്നത്. അത് ലോകം മുഴുക്കി ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് ഈവൻ ക്യാൻസർ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സിന് പോലും അറിയില്ല ഇത് ഏത് കമ്പനി ഉണ്ടാക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഒരു മാനുഫാക്ചറിങ് കമ്പനി മാത്രമേ പറയത്തുള്ളൂ അത് ഹോമിയോപ്പതിക് മെഡിസിൻ ആണെന്ന് പോലും അവർക്കറിയില്ല. അത് അതിൻ്റെ ഒരു പ്രാധാന്യം പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഇതുപോലെ തന്നെ ആയുർവേദത്തിലുമുണ്ട്, ആയുർവേദത്തിലും സർജറി ഉണ്ട്. നമ്മുടെ കേരളത്തിലൊഴിച്ച് മറ്റ് പല സംസ്ഥാനങ്ങളിലും ആയുർവേദ ഡോക്ടേഴ്സിന് ട്രെയിനിങ് കൊടുത്തിട്ട് അവർ സർജറി ചെയ്യുന്നുണ്ട്. പക്ഷേ ആയുർവേദത്തിൻ്റെ സർജറിയും പിന്നെ നമ്മുടെ പഴയ പുരാതനമായിട്ടുള്ള സർജറി ഇപ്പോഴത്തെ സർജറിയായിട്ട് വളരെ സാമ്യതയുണ്ട്. ഇപ്പോൾ ഉദാഹരണം BC 200 to 300 ഈ സുശ്രുതൻ എന്ന് പറഞ്ഞ ആയുർവേദിക് സർജൻ ഉണ്ടായിരുന്നു. അദ്ദേഹം വന്ന് ബ്രെയിൻ സർജറി, പ്ലാസ്റ്റിക് സർജറി, ഈവൻ സിസേറിയൻ എല്ലാ മേജർ സർജറികളും ചെയ്തിരുന്നു. അത് പിന്നെ ഏകദേശം നമ്മുടെ മോഡേൺ മെഡിക്കൽ സർജറിയുടെ എക്യുപ്മെൻറ്റ്സിന് തുല്യമായിട്ടുള്ള 100-ൽ പരം എക്യുപ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് കൂടുതൽ കാണണമെന്നുണ്ടെങ്കിൽ സുശ്രുതൻ സർജറി ചെയ്യുന്നത് ഇവിടെ ആയുർവേദ കോളേജിൽ അവരുടെ പിന്നെ എൻട്രൻസിലൊരു പടം വെച്ചിട്ടുണ്ട് സുശ്രുതൻ സർജറി ചെയ്യുന്നത്. അപ്പോൾ ആയുർവേദത്തിൽ സർജറിയുണ്ട്, ഹോമിയോപ്പതി സർജറി, ഇതിലെല്ലാം സർജറിയുണ്ട്. പക്ഷേ നമ്മളതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. പക്ഷേ എന്നിരുന്നാലും സെൻട്രൽ ഗവൺമെൻറ് ആയുഷ് എന്നുള്ള പേരിൽ ഇതിനെല്ലാം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാരണം നമ്മുടെ ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് ജനസംഖ്യയാണ്. അപ്പോൾ ഈ കോടിക്കണക്കിന് ജനസംഖ്യ വരുമ്പോഴത്തേക്ക് കോടിക്കണക്കിനാണ് നമുക്ക് ഫിസിഷ്യൻസിന് ആവശ്യം ഉള്ളത്. നമുക്ക് മോഡേൺ മെഡിക്കൽ ഡോക്ടേഴ്സ് വളരെ ചുരുക്കമായിട്ടേ ഉള്ളൂ. അത് മാത്രമല്ല അവർ ഈ ഇൻറ്റീരിയറായിട്ട് പിന്നെ പോകാൻ മെഡിക്കൽ പ്രാക്ടീസ് ചെയ്യാൻ ഉദ്ദേശിക്കും. ഇപ്പോൾ ഉദാഹരണം UP, ഹരിയാന, അതുപോലെ ഈ ബീഹാറുള്ള സ്റ്റേറ്റുകളുണ്ട്. ഒരു ഗ്രാമം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഗ്രാമത്തിൽ കാണുന്നതിന് തന്നെ 50-60 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ്. പക്ഷേ കേരളത്തിൻ്റെ ആയിട്ട് നമുക്കൊന്നും കമ്പയർ ചെയ്യാൻ ഒക്കത്തില്ല. ആ ഒരു രീതിക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഈ ആയുഷ് നടപ്പിലാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആയുഷിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ദോഷവശങ്ങളില്ലാത്ത ഡ്രഗ്സ് ഒഴിവാക്കിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രഗ്സിൻ്റെ കോംപ്ലിക്കേഷൻ നമുക്ക് ഒഴിവാക്കാം. ഇപ്പോൾ ഡ്രഗ്സ് നമുക്ക് വേണം. ഇപ്പോൾ മോഡേൺ മെഡിസിൻ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ഡ്രഗ്സാണ്. അപ്പോൾ ഡ്രഗ്സിൻ്റെ പ്രത്യേകത എന്താണ്? ഡ്രഗ്സ് ആർ പോയിസൺസ് എന്നാണ് അതിൻ്റെ ഡെഫിനിഷൻ തന്നെ ഇതാണ്. പക്ഷേ ചില സംഗതികൾ നമുക്ക് ഡ്രഗ്സ് ഉപയോഗിക്കാതിരിക്കാൻ ഒക്കത്തില്ല. എമർജൻസിക്ക് അത് ഉപയോഗിച്ചേ പറ്റൂ. ഇപ്പോൾ ആൻറ്റിബയോട്ടിക്സ് ഡ്രഗ്സാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് ഉപയോഗിച്ച് വലിയ ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കണം. അതല്ലാതെ വരെ നമുക്ക് വഴിയൊന്നുമില്ല. അപ്പോൾ ഞാൻ പല വൈദ്യശാസ്ത്രം പഠിച്ചത് കൊണ്ടാണ് ഇത്രയും ആധികാരികമായിട്ട് പറയുന്നത്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ മെയിനായിട്ട് ചെയ്യുന്നത് പിന്നെ ബൈപ്പാസ് ഒഴിവാക്കുക, ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക, ഈവൻ ആൻജിയോഗ്രാം വരെ ഒഴിവാക്കുക. എന്നിട്ട് ലേറ്റസ്റ്റായിട്ട് യൂറോപ്പിലും അമേരിക്കയിൽ പോയി ചെയ്യുന്ന സെയിം ട്രീറ്റ്മെൻറ്റ് ലേസർ അല്ലെങ്കിൽ കിലേഷൻ തെറാപ്പി, ഇത് രണ്ടും കൂടാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ നമുക്കൊരു 80-85% ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിന് സർജിക്കൽ കോംപ്ലിക്കേഷൻ ഒഴിവാക്കാം. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ചിലവെന്ന് പറയുമ്പോൾ ഒരു ബൈപ്പാസ് സർജറിയുടെ 5-1, 10-1 അല്ലെങ്കിൽ അതിൽ താഴെ അതിന് ചിലവ് വരുന്നുള്ളൂ. ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും നിങ്ങളുടെ അറിവിനും ഇതിനു വേണ്ടിയിട്ട് എൻ്റെ പ്രമാദമായ പേഷ്യൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഫോർമർ പ്രസിഡന്റ് KR നാരായണദാസ് സാറ്, പിന്നെ അതുപോലെ മാർത്താണ്ഡ മഹാരാജാവിൻ്റെ മകൻ പത്മനാഭ വർമ്മ, പിന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഫോർമർ പ്രസിഡന്റ് ജിമ്മി കോർട്ടർ, ഇവരെയൊക്കെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ഇത് പറഞ്ഞതിൻ്റെ കാരണം അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ സന്ദർഭം കിട്ടും, ഞങ്ങളുടെ വീട്ടിൽ പറയണം, ആളുകൾക്കൊരു പ്രയോജനം വന്നോട്ടെ എന്നുള്ളതാണ്. ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് വൈകിട്ട് 7 മണിക്ക് ശേഷം നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.